നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് കേട്ടോ. സദ്യയിൽ തന്നെ ഉണ്ടാക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ലാത്ത കാര്യമാണ്. നമുക്ക് ഇടയ്ക്ക് ചോറിന് കറിയായിട്ട് ഉണ്ടാക്കാവുന്നതാണ് വീട്ടിൽ. അപ്പോൾ സാധാരണ നമ്മൾ സദ്യയിലാണ് കൂട്ടുകറികൾ ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഒരു ചേഞ്ച് ആയിട്ട് നമുക്ക് എന്നും സാമ്പാർ, രസം അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഒരു കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകറിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നോൺ വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെടുന്ന സോയ ചങ്ക്സും കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ കൂട്ടുകറി ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു പച്ചക്ക എടുത്തിട്ടുണ്ട്. പച്ചക്ക അല്ലെങ്കിൽ നേന്ത്രക്കായ ഏകദേശം ഒരു 250 ഗ്രാം വെയിറ്റ് വരുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/4 കിലോ ചേന എടുത്തിട്ടുണ്ട്. ചേനയും ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ 1/2 കപ്പ് കടല ഓവർനൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് വേവിച്ചെടുത്തതാണ്. നിങ്ങളുടെ കയ്യിലുള്ള കടലയുടെ കുക്കിംഗ് ടൈം അനുസരിച്ച് എത്ര വിസിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവിച്ചെടുക്കുക. ഞാനിതിപ്പോൾ 10 വിസിലെടുത്താണ് വേവിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 50 ഗ്രാം സോയ ചങ്ക്സ് ആണ്. സോയ ചങ്ക്സ് ചെറുതാണെങ്കിൽ കട്ട് ചെയ്യേണ്ട, വലുതാണെങ്കിൽ നമ്മളൊന്ന് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ എടുത്തിരിക്കുന്നത് 2.25 കപ്പ് തേങ്ങ ചിരവിയതാണ്. ഇത് നമുക്ക് അരയ്ക്കാനും വറവിടാനും എല്ലാം ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചേന ഒന്ന് കുക്കറിൽ കുക്ക് ചെയ്യാൻ വയ്ക്കാം. ചേനയ്ക്ക് വേവുള്ളതുകൊണ്ട് കുക്കറിൽ ഒരു 3 വിസിൽ വരുന്നത് വരെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ കടല ആദ്യം വേവിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേഗം തീർക്കാം. അപ്പോൾ ആദ്യം ചേന കുക്ക് ചെയ്യാൻ വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ ചേന നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പച്ചക്ക കുക്ക് ചെയ്യാൻ വയ്ക്കാം. പച്ചക്ക നമ്മൾ ചേനയുടെ കൂടെ വയ്ക്കാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കയ്ക്ക് വേവ് കുറവാണ്, ചേനയ്ക്ക് വേവ് കൂടുതലാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്ക കുഴഞ്ഞു പോവും. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പച്ചക്കയിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്തിട്ട് വേണം വേവിക്കാനായിട്ട്. ഞാനിപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്ത് ഈ പച്ചക്കയിലേക്ക് ഇട്ട് കൊടുക്കുക. നീളം കൂടിയ പച്ചമുളകാണെങ്കിലും ഒന്ന് കുറുകയും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഒരു തണ്ട് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ചേനയിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പച്ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നമ്മൾ ചേനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്, കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിനും ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാത്തിലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇതിന് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ സോയ ചങ്ക്സ് ഇതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പിഴിഞ്ഞിട്ട് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കും കേട്ടോ. ഇത്രയും വലിപ്പം നമ്മുടെ കറിയിൽ വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ചെറുതാണെങ്കിൽ നിങ്ങൾ പിഴിഞ്ഞിട്ട് പച്ചയ്ക്ക് വേവുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. നമ്മുടെ അരപ്പും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മതി കേട്ടോ. ഒരുപാട് അരപ്പ് നമുക്ക് വേണ്ട. നമുക്ക് വറവിടാനാണ് കൂടുതൽ തേങ്ങ വേണ്ടത്. ഇതിലേക്ക് നമ്മളിനി ചേർക്കുന്നത് 3 പച്ചമുളകാണ്. നമ്മൾ 2 പച്ചമുളക് പച്ചക്കയിൽ ചേർത്തിട്ടുണ്ട്. ഇനി 3 പച്ചമുളകും കൂടി ചേർക്കുക. ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് പേസ്റ്റ് പോലെ അരയണ്ട, എങ്കിലും എരിശ്ശേരിക്ക് അരയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് അരച്ചെടുക്കുക. എരിശ്ശേരിയുടെ ഭാഗത്തിലേക്കാൾ കുറച്ചുകൂടി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. നമ്മുടെ കഷ്ണങ്ങളൊക്കെ കുക്കായി വരട്ടെ. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ പച്ചക്കയും ചേനയും എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പച്ചക്കയിലേക്ക് ഞാനിപ്പോൾ ഇനി ചേന വേവിച്ചത് ചേർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ്, ഇത്രയും ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതെല്ലാം ഒരുമിച്ചൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സായി വരണം. എല്ലാം കുക്കായതാണ്. സോയ ചങ്ക്സിനാണെങ്കിലും ഒരുപാട് കുക്കിംഗ് ടൈം ഇല്ലാത്തതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ആ ഫ്ലേവറൊക്കെ പിടിച്ച് നമ്മുടെ പച്ചമുളകിൻ്റെ ടേസ്റ്റും കറിവേപ്പിലയുടെ ഫ്ലേവറും ഒക്കെ ഒന്ന് പിടിച്ചു വരുന്നത് വരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം വേണം, അപ്പോഴേ നമ്മുടെ അരപ്പ് ചേർത്ത് നമുക്ക് കറക്റ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്തെടുക്കാം. എല്ലാം ചേർന്ന് അടച്ചു വയ്ക്കാം. ആ മഞ്ഞളൊക്കെ സോയ ചങ്ക്സിലേക്കൊക്കെ ഒന്ന് പിടിച്ചു വരണമല്ലോ, അതിനാണ് നമ്മൾ ഇതുപോലെ എല്ലാം ചേർത്ത് അടച്ചു വയ്ക്കുന്നത്. ഇപ്പോൾ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് അരപ്പ് ചേർത്താലും ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് പിടിച്ചു വരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ അടച്ചു വെച്ചിട്ട് ഞാനൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ചേർത്ത് ഇളക്കി അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയി. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്
കുറച്ച് ശർക്കരയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. കൂട്ടുകറിയിൽ ശർക്കര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ചെറിയൊരളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുക. ശർക്കര തന്നെ ചേർക്കണം, പഞ്ചസാര ചേർക്കരുത്. പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിലൊക്കെ ഒരുപാട് വെള്ളം ചേർക്കരുത്, വളരെ കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഈ അരപ്പ് നമ്മുടെ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് പിടിച്ചു വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ അരച്ചിട്ടില്ല, ചെറിയൊരു തരിതരിപ്പുണ്ട്, എന്നാലും ഒരുവിധം അരഞ്ഞും വന്നിട്ടുണ്ട്. ആ രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ആ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി നമ്മുടെ കഷ്ണങ്ങളിലേക്ക് അരപ്പൊക്കെ ഒന്ന് പിടിച്ചു വരുന്നത് വരെ നമുക്ക് ഇളക്കി അടച്ചു വയ്ക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റ് അടച്ചു വയ്ക്കാം കേട്ടോ. ഇനി ഇത് ഒരുപാട് വെള്ളമുള്ള കൂട്ടുകറി അല്ല, നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ഉള്ള രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. പിന്നെ എരിവും കൂടി ഒന്ന് ബാലൻസ് ആവും നമ്മൾ ഇതുപോലെ ശർക്കരയൊക്കെ ചേർത്ത് വരുമ്പോൾ. നമ്മുടെ പച്ചമുളകിൻ്റെ എരിവുണ്ട്, അരപ്പിലുള്ള എരിവുണ്ട്, എല്ലാ എരിവും ഒന്ന് ബാലൻസ് ആവാനാണ് നമ്മൾ ഇതുപോലെ ശർക്കര ചേർക്കുന്നത്. അതുപോലെ തന്നെ ടേസ്റ്റും കൂടും. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇതിലേക്കുള്ള വറവ് റെഡിയാക്കി എടുക്കാം. വറവ് റെഡിയാക്കുന്നത് നമ്മൾ വേറെ പാനിലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കുറുകി ഒന്ന് വരട്ടെ, ഈ അരപ്പൊക്കെ കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്ന് പിടിച്ച് കുറുകി വരട്ടെ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ചട്ടി മാറ്റി വെച്ചിട്ട് വേറെ പാൻ വെച്ചിട്ടുണ്ട്. ചട്ടി മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്ലെയിം ഓൺ ചെയ്ത് തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ വരെ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങട്ടെ. ഈ സമയത്ത് നമ്മുടെ ഉള്ളിയൊക്കെ നമ്മളൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് വയ്ക്കണം. അതുപോലെ തന്നെ വറ്റൽമുളക് എടുത്ത് വയ്ക്കണം. ഒരു 3-4 ഉള്ളി മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കൂട്ടുകറിക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഒരുപാട് മധുരമുള്ള കൂട്ടുകറി ഒരു ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ. ചില ആളുകൾക്കൊക്കെ ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല, ചെറിയ മധുരമായിരിക്കും ഇഷ്ടം. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 വറ്റൽമുളകും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയൊക്കെ ഇതുപോലെ ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിന് പകരം സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് നമ്മൾ വെളിച്ചെണ്ണയും കൂടി ചേർത്താൽ തേങ്ങയൊക്കെ മൊരിഞ്ഞ് വരുമ്പോൾ കറക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ നമ്മുടെ കൂട്ടുകറിക്ക്. ഇത് നമുക്ക് സദ്യയിലേക്കും ഉണ്ടാക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചോറിന് കറിയായിട്ട് ഉണ്ടാക്കാം. ചോറിന് കറിയായിട്ട് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ മധുരം ചേർക്കരുത്, ചെറിയൊരളവിൽ മാത്രം മധുരം ചേർക്കുക. സദ്യയിലേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർക്കാം. ഞാനിപ്പോൾ ചോറിന് കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ കണ്ടോ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആയി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത കഷ്ണങ്ങളൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങ ബ്രൗൺ ഷെയ്ഡ് ആയി കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട് തേങ്ങയിലേക്ക്. അതിനുശേഷം വേണം നമ്മൾ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ തേങ്ങ ഇനി ഒന്ന് ബ്രൗൺ ആയി വരട്ടെ. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആവണ്ട, ലൈറ്റ് ബ്രൗൺ ആയാൽ മതി. ഒരുപാട് ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ നമുക്ക് കൂട്ടുകറിയിൽ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് വരില്ല. അതുകൊണ്ടാണ്. അപ്പോൾ വേഗം തന്നെ നമ്മളൊരു കട്ടിയുള്ള പാനിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ വേഗം തന്നെ തേങ്ങയൊക്കെ ബ്രൗൺ ആയി വന്നോളൂ കേട്ടോ. ഞാനിതൊന്ന് ബ്രൗൺ ആക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയി വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ പൊടികൾ വീണ്ടും ചേർത്ത് കൊടുക്കണം. നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളക് 5 എണ്ണം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് കുരുമുളക് പൊടി വേണ്ട. ഈ തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള എരിവിനുള്ള കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ നമ്മുടെ ഗരം മസാല പൗഡർ, അത് ഒരു 1/2 ടീസ്പൂൺ ചേർക്കുക. ഇനി ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് വീണ്ടും 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പൊടികൾ വേഗം കരിഞ്ഞു പോവും.
ഗരം മസാലയൊക്കെ ലാസ്റ്റ് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കറിയിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ ചേർക്കാതിരുന്നത്. കുരുമുളകാണെങ്കിലും ചില കൂട്ടുകറിയിൽ നമ്മൾ അരയ്ക്കാറുണ്ട്, ചില കൂട്ടുകറിയിൽ ലാസ്റ്റ് ചേർക്കാറുണ്ട്, ചില കറികളിൽ നമ്മൾ കുരുമുളക് ചേർക്കാറില്ല കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ പലതും പല രീതിയിലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ലാസ്റ്റ് തേങ്ങയിലേക്ക് ചേർത്തിട്ട് തേങ്ങ നമ്മുടെ കൂട്ടുകറിയുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറും എല്ലാം നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും മൊരിഞ്ഞാൽ മതി കേട്ടോ. ഇനി ഒരുപാട് തേങ്ങയുടെ കളർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ കളർ തന്നെ മാറിപ്പോവും. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇത് കണ്ടോ, അധികം ഗ്രേവി ഒന്നും ഇല്ലാതെ കുറുകിയിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ വറവ് ചേർക്കാം. ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം വീണ്ടും അടച്ചു വെക്കണം കേട്ടോ, ഇളക്കി മിക്സ് ചെയ്തിട്ട്. നമ്മൾ ഇനി ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വറവിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ ഈ കഷ്ണങ്ങളിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ച് ഒന്ന് ആ തേങ്ങയിലേക്ക് ഈ ഉള്ള അരപ്പുണ്ടല്ലോ അതൊന്ന് അബ്സോർബ് ചെയ്തൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വയ്ക്കാന്ന് പറയുന്നത്. ഈ ഒരു കറിയൊക്കെ ചൂടോടെ കഴിക്കരുത് കേട്ടോ. രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് കഴിക്കാം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ സദ്യയിൽ ഉണ്ടാക്കുകയാണെങ്കിലും രാവിലെ തന്നെ റെഡിയാക്കി വയ്ക്കുക. നമ്മളിപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഊണ് കഴിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് സെർവ് ചെയ്യുക. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ചൂട് കംപ്ലീറ്റ് മാറി കഴിയുമ്പോൾ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യൽ കൂട്ടുകറി. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കൂട്ടുകറിയാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.